USS എബ്രഹാം ലിങ്കൺ അമേരിക്കയുടെ തന്നെ ഏറ്റവും വലിയ, ലോകത്തിലേക്കും തന്നെ ഏറ്റവും വലിയ കപ്പലിനെ, യുദ്ധക്കപ്പലിനെ വൻ കെണിയിലകപ്പെടുത്തിയിരിക്കുന്നു ഇറാൻ. ഇറാൻ ഒറ്റയ്ക്കല്ല ഇതിന് പിന്നിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കരയിലായിരുന്നാലും കടലിലായിരുന്നാലും ഇനി ആകാശത്തായിരുന്നാലും അമേരിക്കയ്ക്ക് രക്ഷയില്ല എന്ന യുദ്ധപ്രഖ്യാപനവുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നു. അമേരിക്കൻ വിമാനവാഹിനി കപ്പലായിട്ടുള്ള USS എബ്രഹാം ലിങ്കൺ ഇറാനിലേക്ക് നീങ്ങുന്നു എന്ന വാർത്ത ഏറെ ദിവസങ്ങളായി കേൾക്കുന്നതാണ്. എന്തായിരുന്നാലും പശ്ചിമേഷ്യ ഇനി ചോരച്ചാലുകൾ നീന്തിക്കടക്കുന്ന രീതിയിലേക്ക്, യുദ്ധകാഹളം മുഴക്കുന്നു എന്ന രീതിയിലേക്കുള്ള വാർത്തകളൊക്കെ തന്നെ കേട്ടിരുന്നു. എന്നാൽ ഇതിനിടയിൽ യമനിലെ ഹൂതികൾ വീണ്ടും രംഗപ്രവേശം ചെയ്തു. ചെങ്കടലിൽ പുതിയൊരു പോർമുഖം തുറന്നിരിക്കുന്നു. അമേരിക്കൻ നാവികസേനയുടെ കരുത്തുറ്റ വിമാനവാഹിനി കപ്പലായിട്ടുള്ള USS എബ്രഹാം ലിങ്കൺ ഉൾപ്പെടുന്ന കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് മധ്യപൂർവേഷ്യൻ സമുദ്രമേഖലയിൽ പ്രവേശിച്ചുവെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. എന്നാൽ ഇറാനിലേക്ക് യാത്ര തിരിക്കാനായി ഇനിയും ഏറെ കടമ്പകൾ തന്നെയാണ് ബാക്കിയാകുന്നത്. എബ്രഹാം ലിങ്കൺ അതിൻ്റെ ട്രാൻസ്പോണ്ടറുകൾ ഓഫ് ചെയ്താണ് നിലവിൽ സഞ്ചരിക്കുന്നത്. കാരണം ഈ കപ്പലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇതിനോടകം തന്നെ പ്രോക്സി ഗ്രൂപ്പുകൾ സജീവമായിരിക്കുന്നു. ഹൂതികൾ ഇതിനോടകം തന്നെ ഈ കപ്പലിനെ കടലിൽ മുക്കാൻ വേണ്ടി പദ്ധതികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നു. ഈ വിമാനവാഹിനി കപ്പൽ മാത്രമല്ല ലക്ഷ്യം, അതിനൊപ്പം സഞ്ചരിക്കുന്ന കപ്പൽ വ്യൂഹത്തെപ്പോലും ഹൂതികൾ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇത് മറ്റാരും പറയുന്നതല്ല, അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ തന്നെ പ്രതിരോധ ആസ്ഥാനമായ പെന്റഗണിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പാണ്. അതിനുവേണ്ടി സജ്ജമായിരിക്കുക, ഏത് നിമിഷവും ആ ഒരു ആക്രമണം പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഹൂതികൾ എന്തായിരുന്നാലും അതിനുവേണ്ടിയുള്ള തക്കം പാത്ത് കാത്തിരിക്കുന്നു. ഇസ്രായേൽ അനുകൂല കപ്പലുകൾക്ക് നേരെ നിരന്തരം ആക്രമണം നടത്തി പരിചയമുള്ള, ഏത് വിധേനയും കടലിനെ പരിചയമുള്ളതും ആക്രമണങ്ങൾ നടത്താൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ള ഹൂതികൾ കടലിൽ തന്നെ ഏറ്റവും അപകടകാരികളാണ്. ഇറാനാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള സകലമാന ആയുധങ്ങളും മറ്റും നൽകി പോരുന്നത്. ഇതിപ്പോൾ ഇറാന് നേർക്കുള്ള ആക്രമണമാകുമ്പോൾ ഹൂതികൾ അവരുടെ പൂർണ്ണ ശക്തിയും എടുത്ത് അമേരിക്കയ്ക്ക് നേരെ തിരിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. പലവട്ടം ഹൂതികളുടെ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും ഇസ്രയേലും ആക്രമണങ്ങൾ നടത്തിയതിൻ്റെ ഒക്കെ തന്നെ സനയിലടക്കം നടത്തിയ ആക്രമണങ്ങളുടെ പ്രതികാരം തന്നെയാണ് അവർ നടത്താനായി പോകുന്നത്. അവരുടെ ശക്തി ഒന്നും തന്നെ ക്ഷയിച്ചിട്ടില്ല എന്നുള്ളത് കാട്ടാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമായി അവരത് നോക്കിക്കാണുമെന്നാണ് മുന്നറിയിപ്പ്. ഇത് തന്നെയാണ് അമേരിക്കയുടെ ചങ്കെടുപ്പ് വർദ്ധിപ്പിക്കുന്നത്. കാരണം അമേരിക്കൻ നാവികസേനയുടെ അഭിമാനവും ഏറ്റവും ശക്തവുമായിട്ടുള്ള നിമിറ്റ്സ് ക്ലാസ് സൂപ്പർ കാരിയറാണ് USS എബ്രഹാം ലിങ്കൺ. അതായത് കടലിലൂടെ ഒഴുകി നടക്കുന്ന വൻ സൈനിക പട. ഈ യുദ്ധക്കപ്പലിനെ ആക്രമിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, അത് അമേരിക്കയിൽ ബോംബിടുന്നതിന് തുല്യമായി തന്നെയാണ് വിലയിരുത്തുന്നത്. അമേരിക്കയെ നേരിട്ട് ആക്രമിക്കുന്നതിന് തുല്യമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി ഇറാൻ സൈനിക കേന്ദ്രങ്ങൾ എന്നിവ ആസ്ഥാനമാക്കിയ ഒരു വലിയ ആക്രമണങ്ങൾ ട്രംപ് ഇതിനോടകം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന് പിറകെയാണ് USS എബ്രഹാം ലിങ്കൺ ഇറാന് നേർക്ക് പാഞ്ഞെടുക്കുന്നത്. ഇൻഡോ പസഫിക് മേഖലയിൽ വിന്യസിച്ചിരുന്ന കപ്പൽ പടയെ വളരെ പെട്ടെന്ന് അടിയന്തരമായി തന്നെ മധ്യപൂർവേഷ്യയിലേക്ക് തിരിച്ചുവിട്ടത് ആ മേഖലയിൽ ഇനി സംഭവിക്കാനിരിക്കുന്ന വലിയ സൈനിക നീക്കങ്ങളുടെ സന്നാഹങ്ങളുടെ സൂചനയാണോ എന്ന് ലോകരാജ്യങ്ങൾ ഈ നിമിഷം ഉറ്റുനോക്കുന്നുണ്ട്. US സെൻട്രൽ കമാൻഡിന്റെ കീഴിലുള്ള 5ാം കപ്പൽ പടയുടെ ഭാഗമായിട്ടാണ് ഈ സ്ട്രൈക്ക് ഗ്രൂപ്പ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. എബ്രഹാം ലിങ്കൺ എന്ന് പറയുമ്പോൾ ആണവ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന നിമിറ്റ്സ് ക്ലാസ് എയർക്രാഫ്റ്റ് കാരിയർ കൂടിയാണ്. വിപുലമായ വ്യോമാക്രമണ ശേഷിയുള്ള കാരിയർ എയർ വിങ് 9 ഇതിലേത് സമയവും സജ്ജമാണ്. ഇത് കൂടാതെയുള്ള 2 കപ്പലുകൾ, അതായത് ഡിസ്ട്രോയറുകൾ, 3 അർലി ബർക്ക് ക്ലാസ് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകൾ, ആ 3 USS ഫ്രാങ്കി പീറ്റേഴ്സൺ ജൂനിയർ, USS സ്പ്രുനാൻസ്, USS മൈക്കിൾ മർഫി എന്നിവയാണ് ഈ കപ്പലിന് അകമ്പടി സേവിക്കുന്നത്. ഇവയ്ക്ക് ശത്രു വിമാനങ്ങളെയും മിസൈലുകളെയും തകർക്കാനുള്ള ശേഷിയുണ്ട്. അങ്ങനെ ആകെ മൊത്തം 4 കപ്പലുകൾ, വിമാനവാഹിനി കപ്പൽ, 3 ഡിസ്ട്രോയറുകൾ. ഇൻഡോ പസഫിക് മേഖലയിൽ പെട്രോളിംഗ് നടത്തിയിരുന്ന കപ്പലുകളെയാണ് അങ്ങനെ അടിയന്തരമായി മധ്യപൂർവേഷ്യയിലേക്ക് തിരിച്ചുവിട്ടിരിക്കുന്നത്. 2024 മുതൽ കണക്ക് കൂട്ടിയാൽ ഇതിപ്പോൾ 3ാം തവണയാണ് പസഫിക്കിൽ നിന്നും ഒരു സ്ട്രൈക്ക് ഗ്രൂപ്പിനെ മധ്യപൂർവേഷ്യയിലേക്ക് മാറ്റുന്നത്. ജനുവരി 19 മലാക്ക കടലിടുക്ക് കടന്ന കപ്പൽ വ്യൂഹം ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രം വഴി മധ്യപൂർവേഷ്യൻ തീരത്തേക്ക് എത്തിയിരിക്കുന്നു.
എബ്രഹാം ലിങ്കൺ പസഫിക് വിട്ടതോടെ പസഫിക് മേഖലയിൽ നിലവിൽ അമേരിക്കയുടെ സാന്നിധ്യം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവിടെയുള്ള USS ജോർജ് വാഷിംഗ്ടൺ നിലവിൽ അറ്റകുറ്റപ്പണികൾക്കായി ഡോക്കിലുമാണ്. അമേരിക്കയുടെ ഈ നീക്കത്തെ അതീവ ഗൗരവത്തോടെയാണ് ഇറാനും ഹിസ്ബുള്ളയും ഒരേ സമയം വീക്ഷിക്കുന്നത്. കൂടാതെ മറ്റ് പ്രോക്സികളും. തങ്ങളുടെ സന്നാഹം കണ്ട് ഇറാൻ പേടിച്ചു വിറയ്ക്കുമെന്ന് അമേരിക്ക വിചാരിച്ചിരുന്നു. പ്രസിഡന്റ് ട്രംപിനാണ് ഇക്കാര്യത്തിൽ ഒരു പിഴവ് സംഭവിച്ചത്. ഇറാനെതിരെ ഏതൊരു ആക്രമണമുണ്ടായാലും എബ്രഹാം ലിങ്കൺ എന്ന് മാത്രമല്ല, സകല അമേരിക്കൻ താവളങ്ങളെയും ചാരമാക്കാനുള്ള പദ്ധതി ഇതിനോടകം ഇറാൻ ഇട്ട് കഴിഞ്ഞു. അതിനുവേണ്ടി ജീവൻ കൊടുത്തും ജീവൻ പണയം വെച്ചും പ്രവർത്തിക്കാൻ ഒരു കൂട്ടം സൈനികരെയും സജ്ജമാക്കി. കൂലിക്ക് അമേരിക്കയ്ക്ക് വേണ്ടി പങ്കെടുക്കുന്ന സൈനികരല്ല തങ്ങളുടെ ഭാഗത്തുള്ളത്. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ പോലും തയ്യാറായിട്ടുള്ള ചാവേറുകളാണ് തങ്ങളുടെ പക്കലുള്ളതെന്നാണ് ഇറാൻ വാദിക്കുന്നത്. സകല സജ്ജീകരണങ്ങളും അതിനുവേണ്ടി പൂർത്തിയാക്കി കഴിഞ്ഞുവെന്നാണ് ഇറാനിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്കൻ ആക്രമണം ശക്തമാകുന്നതിനിടയിൽ മാസങ്ങൾക്ക് മുൻപ് അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ 72 മണിക്കൂറിനിടയിൽ 4ാം തവണ ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു. അതിൽ USS ഹാരി ട്രൂമാൻ എയർക്രാഫ്റ്റ് കാരിയറും ആക്രമിക്കപ്പെട്ടിരുന്നു. ഹൂതി ആക്രമണത്തിൽ നിരവധി മിസൈലുകളും ഡ്രോണുകളും പങ്കെടുത്തുവെന്നാണ് ഹൂതി സൈനിക വക്താവ് യാഹ്യ സാരി അന്ന് വ്യക്തമാക്കിയത്. ഇതേ ടീം തന്നെയാണ് ഇപ്പോൾ ഇറാനിൽ നിന്നും ഇറക്കുമതി ചെയ്ത ആയുധങ്ങൾ ചെങ്കടലിലെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളിൽ വിന്യസിച്ചുകൊണ്ട് അമേരിക്കൻ വിമാനവാഹിനി കപ്പലിനെ ലോക്ക് ചെയ്തിരിക്കുന്നത്, ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഒരൊറ്റ നിർദ്ദേശം അത് കിട്ടിയാൽ ഉടനടി തന്നെ അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ കൂട്ടത്തോടെ കടലിൽ മുക്കുമെന്നാണ് ഹൂതികൾ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ സൈന്യത്തിന്റെ തിരിച്ചടിയെന്ന് മാത്രമല്ല കരുതേണ്ടത്, ഹൂതികളുടെ ഭാഗത്തു നിന്നും തിരിച്ചടി അമേരിക്കൻ സൈന്യമിനി നേരിടേണ്ടി വരുമെന്ന് വ്യക്തമാക്കുന്നു. മാത്രമല്ല, പ്രോക്സി ഗ്രൂപ്പുകളെ ഉപയോഗിച്ചുകൊണ്ട് പല രാജ്യങ്ങളിലായി ട്രംപിന്റെ ബിസിനസ് സാമ്രാജ്യങ്ങളെ തകർക്കാനും ട്രംപിന്റെ കുടുംബത്തെ തന്നെ ലക്ഷ്യമിടാനും ഇറാൻ മടിക്കില്ല എന്നാണ് പല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആയത്തുള്ള അലി ഖമനേയിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതും അതിന് പിന്നാലെ സംഭവിക്കും, അതിലപ്പുറം ഒരു പക്ഷേ സംഭവിച്ചേക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറാൻ സേനയും പ്രോക്സി ഗ്രൂപ്പുകളുമൊക്കെ മുന്നറിയിപ്പ് നൽകിയത് ഇക്കാര്യം തന്നെയാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ആദ്യ ലക്ഷ്യമെന്ന് പറയുന്നത് എബ്രഹാം ലിങ്കൺ തന്നെയാണ്. ഈ യുദ്ധക്കപ്പൽ ഇറാൻ കടലിൽ മുക്കിയാൽ അതിനകത്തുള്ള ആയിരക്കണക്കിന് സൈനികർ കൊല്ലപ്പെടും.